ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അപ്പോൾ ഫസ്റ്റ് ഗോവാണ് ഓൾവേസ് പോസിറ്റീവായി. ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ്. അപ്പോൾ ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് 2020 ആ ഒരു പരമ്പരയിൽ ഇന്ത്യ കപ്പ് നേടിയിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെയാണ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഫൈനലിൽ എത്തിയത്. ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി. ലാറയുടെ വെസ്റ്റ് ഇൻഡീസ്, ലാറ നയിച്ച വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സച്ചിൻ നയിച്ച ഇന്ത്യ വിജയത്തിലെത്തി, കപ്പടിച്ചു. അപ്പോൾ ലെജൻസിൻ്റെ ആ ഒരു മത്സരങ്ങളൊക്കെ കണ്ടപ്പോൾ, പ്രത്യേകിച്ച് സച്ചിൻ്റെ ഇന്നിങ്സ് ആയിക്കോട്ടെ, യുവരാജ് സിംഗിൻ്റെ, അതോടൊപ്പം ലെജൻഡറി താരങ്ങളുടെയൊക്കെ ഒരു ബാറ്റിംഗ് കാണാൻ സാധിച്ചപ്പോൾ ഓരോ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഓരോ സന്തോഷകരമായ ഒരു കാര്യമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് സച്ചിൻ്റെ ആ ഒരു പ്രകടനം, ഇന്നലത്തെ ആ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആ ഒരു അപ്പർക്കട്ടിലൂടെ സിക്സർ പറത്തിയത്, അത് ഓരോ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമ്മളെയൊക്കെ ട്രെയിൻ ട്രാവൽ ചെയ്ത് പുറകോട്ട് കൊണ്ടുപോയി എന്ന് പറയാം. കാരണം 2003 ക്രിക്കറ്റ് വേൾഡ് കപ്പിലേക്കാണ് നമ്മളിങ്ങനെ കൊണ്ടുപോയത്. 2003 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയിലെ സെഞ്ചുറിയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിട്ടപ്പോൾ അക്തറിൻ്റെ മാരക ബോളിനെ സച്ചിൻ ഇങ്ങനെ അപ്പർക്കട്ട് ചെയ്ത് സിക്സർ പറത്തിയിരുന്നു. അപ്പോഴതായിരുന്നു നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നത്. അപ്പോൾ സച്ചിൻ്റെ ആ ഒരു ഇന്നിങ്സ് കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഇദ്ദേഹം 51-ാം വയസ്സിലാണ് അദ്ദേഹം ഈ ഷോട്ട് കളിച്ചതെന്ന് പറയണം. അപ്പോൾ അദ്ദേഹം എന്തിനെയാണ് വിരമിച്ചതെന്ന് പോലും ഓരോ ആരാധകനും തോന്നിപ്പോകുന്ന നിമിഷം. ഗാലറി മൊത്തം സച്ചിൻ സച്ചിൻ നാർപ്പ് വിളിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ മാരകമായ ആ ഒരു ഇന്നിങ്സ്, ആ ഒരു സിക്സറിന് മുമ്പ് ഒരു 4 അടിച്ചിരുന്നു അദ്ദേഹം. വളരെ മനോഹരമായ ഒരു ഷോട്ടായിരുന്നു എന്ന് പറയാം. ആ മനോഹരമായ, വളരെ കളിക്കാൻ പ്രയാസമുള്ളൊരു 4ഉം 6ഉം തന്നെ കളിക്കാൻ പ്രയാസമുള്ള 2 ഷോട്ടുകളായിരുന്നു. ആദ്യം ആ ഷോട്ടിലൂടെ 4 അടിച്ചതിന് ശേഷമാണ് അദ്ദേഹം അപ്പർക്കട്ട് സിക്സർ പറത്തിയത്. ഏതായാലും 51-ാം വയസ്സിനും അദ്ദേഹം ആ വിൻറ്റേജ് സച്ചിനെ തന്നെ നമുക്ക് കാണിച്ചു തന്നു. അല്ലെങ്കിൽ 90s അല്ലെങ്കിൽ 2000-ന് തുടക്കത്തിലുമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സച്ചിനെ നമുക്കിങ്ങനെ അദ്ദേഹം കാണിച്ചു തന്നു. ട്രെയിൻ ട്രാവൽ ചെയ്ത് നമ്മളെ ഓരോരുത്തരെയും അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോയെന്ന് പറയാം. അദ്ദേഹം മാത്രമല്ല, യുവരാജ് സിംഗ് ആയിക്കോട്ടെ. യുവരാജ് സിംഗ് സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ കളിച്ച ആ ഒരു ഇന്നിങ്സ് കണ്ടപ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ 2007 T20 ലോകകപ്പിലേക്കാണ് കൊണ്ടുപോയത്. 2007 T20 ലോകകപ്പിൽ ഇതേപോലെ തന്നെ ഓസ്ട്രേലിയ സെമിയിൽ പുറത്താക്കിയ ആ ഒരു ഇന്നിങ്സ് തന്നെ, അതാണ് എനിക്ക് യുവരാജ് സിംഗിൻ്റെ സെമിയിലെ ഇന്നിങ്സ് കണ്ടപ്പോഴും പെട്ടെന്ന് ഓർമ്മ വന്നതും. അദ്ദേഹത്തിൻ്റെ മാരക ബാറ്റിംഗ്, അതോടൊപ്പം ലെജൻസിൻ്റെയൊക്കെ അടിപൊളി ബാറ്റിംഗ് ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. സച്ചിനും യുവരാജും കൂടെ നമ്മളെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറയാം. നമ്മുടെ ചൈൽഡ്ഹുഡ് ഹീറോസ് ഇങ്ങനെ നിറഞ്ഞാടുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഏതായാലും കപ്പ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി, സെമിയിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെയും പരാജയപ്പെടുത്തി ഇന്ത്യ കപ്പടിച്ചിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി നമ്മുടെ രോഹിത് ശർമ്മയുടെ ടീം ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കി. ഏതായാലും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ ഈ അടുത്ത ഒരു നേട്ടം എന്നത്. എല്ലാ തരത്തിലും ഇപ്പോൾ നമ്മളാണ് ക്രിക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാലഘട്ടത്തിൽ ഓസ്ട്രേലിയ ആയിരുന്നു, ഇപ്പോൾ നമ്മളാണ് ഇങ്ങനെ എല്ലാ തരത്തിലും, ഏത് ടീമായിക്കോട്ടെ, മുതിർന്ന ടീമായിക്കോട്ടെ, ചെറിയ ടീമായിക്കോട്ടെ, നമ്മളാണ് ഇപ്പോൾ ക്രിക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് വളർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും സച്ചിൻ്റെ ആ ഒരു ഇന്നിങ്സ് കണ്ടപ്പോൾ ഇദ്ദേഹം എന്തിനാണ് വിരമിച്ചതെന്ന് പോലും തോന്നിപ്പോയി. അല്ലെങ്കിൽ യുവരാജ് സിംഗിൻ്റെ ഇന്നിങ്സ് കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഏതായാലും നമ്മളെയൊക്കെ ട്രെയിൻ ട്രാവൽ ചെയ്ത് നമ്മളെയൊക്കെ 2000 ആ ഒരു കാലഘട്ടത്തിലേക്ക്, 2000-ന് തുടക്കം അല്ലെങ്കിൽ 90s-ന് അവസാനം ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നമ്മളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സച്ചിനും കൂട്ടരും ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിലൂടെ. ഓരോ ക്രിക്കറ്റ് ആരാധകനെയും പഴയ ആ ഒരു സച്ചിൻ എന്നുള്ള ആ വിളിയൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് തോന്നിയത്. അദ്ദേഹം വിരമിച്ചിട്ട് ഇത്രയേറെ വർഷങ്ങളായി, 15 വർഷത്തോളമേ അദ്ദേഹം 14 വർഷത്തോളമേ അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ട്. എന്നാലും പഴയ ആ ഒരു സച്ചിനെ കണ്ടൊരു സന്തോഷമായിരിക്കും ഓരോ ഇന്ത്യൻ ആരാധകനും എന്ന കാര്യത്തിൽ, ഓരോ ക്രിക്കറ്റ് ആരാധകനും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.